പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗ ദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മരണം ഇരുട്ടും വെളിച്ചവും പോലെ, ചൂടും തണുപ്പും പോലെ വിരുദ്ധങ്ങളാണ് ജീവിതവും മരണവും. ജീവിതത്തിൻ്റെ വിപരീതമാണ് മരണം. ശാന്തതയെന്നാൽ മരണം എന്നാണ്. ആത്മാവും ശരീരവും തമ്മിലുള്ള ബന്ധം നഷ്ടമാകുമ്പോഴാണ് മരണം സംഭവിക്കുന്നത്. വാർദ്ധക്യത്തെയും മരണത്തെയും അതിജീവിക്കാൻ ഒരു വിധത്തിലുള്ള നേട്ടങ്ങൾക്കോ അറിവിനോ മനുഷ്യർക്ക് സഹായമാകുന്നില്ല എന്നതാണ്. ജീവൻ നൽകിയ അള്ളാഹു തന്നെയാണ് ജീവജാലങ്ങൾക്ക് മരണവും നൽകുന്നത്. ഇതിൽ ഒരു സൃഷ്ടിക്കും യാതൊരുവിധ പങ്കുമില്ല. സൂറത്ത് മുൽക്കിലെ 2-ാമത്തെ വചനത്തിൽ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് കൂടുതൽ നല്ല പ്രവൃത്തി ചെയ്യുന്നവരെന്ന് നിങ്ങളിൽ പരീക്ഷണം ചെയ്യാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനത്രേ അവൻ. അപ്പോൾ അള്ളാഹു നമുക്ക് മരണം നൽകിയത് നമ്മുടെ ജീവിതത്തിൽ കണക്ക് കൃത്യമായി വിചാരണ ചെയ്ത് സ്വർഗാവകാശികൾക്ക് സ്വർഗവും നരകാവകാശികൾക്ക് നരകവും നൽകുവാനുള്ള ആ ഒരു ലോകത്തേക്കുള്ള യാത്രയുടെ തുടക്കം മാത്രമാണ് പ്രിയപ്പെട്ടവരെ മരണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എല്ലാ സുഖങ്ങളെയും സന്തോഷങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ ധാരാളമായി ഓർക്കണമെന്ന്. ഞാൻ മരിക്കും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. അത് ചെറിയവനെന്നോ വലിയവനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ അങ്ങനെ എല്ലാവരും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. മരണം എവിടെയായിരുന്നാലും നമ്മെ പിടികൂടുകയും ചെയ്യും. അത് ഭദ്രമായ കോട്ടയ്ക്കുള്ളിലായിരുന്നാലും ശരി, മരണം നമ്മെ പിടികൂടുക തന്നെ ചെയ്യും. മരണം തൊണ്ടക്കുഴിയിലെത്തിയാൽ പിന്നെ ഒരു വസിയത്തിനോ ഒരു തൗബക്കോ ദാനധർമ്മങ്ങൾക്കോ അവസരമുണ്ടാകില്ല. എല്ലാം മുറിഞ്ഞു പോകും. നാം ചെയ്ത നല്ല കർമ്മങ്ങളും പ്രവർത്തനങ്ങളും മാത്രമേ നമ്മുടെ കൂടെയുണ്ടാകൂ. അതുകൊണ്ട് തന്നെ മരണത്തെ ഭയപ്പെടുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും വേണം. മരണസമയത്ത് പിശാചിൻ്റെ ദുർബോധനവും സ്വാധീനവും ഉണ്ടാകും. അതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന പ്രാർത്ഥനയുടെ സാരം ഇങ്ങനെയാണ്: മരണസമയത്ത് പിശാചി എന്നെ കുഴപ്പത്തിലാക്കുന്നതിൽ നിന്നും ഞാൻ നിന്നിൽ ശരണം തേടുന്നു. അബൂദാവൂദ്. മരണം ഒരു അനുഗ്രഹമാണ്. മരണമില്ലാത്ത ഈ ലോകത്തെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ അള്ളാഹു മരണവും നൽകിയത് ഒരു അനുഗ്രഹം തന്നെയാണ്. കാലമില്ലാത്ത കാലം എന്നൊരു കവിതയുണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിൽ പഠിച്ചതാണ് എങ്കിലും ഇന്നും അത് എൻ്റെ മനസ്സിലുണ്ട്. അതേ മരണമില്ലാത്തൊരു ലോകത്തെപ്പറ്റി നമ്മെ ഉണർത്തുന്ന ഒരു ഭാഗം. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മലക്കുൽ മൗത്ത് നമ്മുടെ അരികിൽ അണയുന്നതിനു മുമ്പേ നല്ല കർമ്മങ്ങളും നല്ല പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട് നല്ല മരണം വരിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. അതിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ. വ ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.